പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മൾ ഇന്ത്യൻ നവോത്ഥാനവും കേരള നവോത്ഥാനവുമായി ബന്ധപ്പെട്ട് 2025 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും അതിന്റെ റിലേറ്റഡ് ഫാക്ട്സുമാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിന്റെ ഒരു 2 ക്ലാസ് കഴിഞ്ഞിരുന്നു. ഇന്ന് 3ാമത്തെ ക്ലാസ് ആണ്. എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യാൻ വിട്ടുപോകരുത്. അതേപോലെ തന്നെ കമന്റ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ കൂട്ടുകാർക്കായി ഈ ചാനൽ പങ്കുവെക്കാനായിട്ട് മറന്നു പോകരുത്. എന്തായാലും നമുക്ക് ക്ലാസ്സിലേക്ക് പോയാലോ? ഓക്കെ അല്ലേ? എല്ലാവരും റെഡിയല്ലേ? ഇന്നത്തെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണ് ബംഗാളിലെ ആദ്യകാല വർത്തമാന പത്രം. ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചേ, ബംഗാളിലെ ആദ്യ വർത്തമാന പത്രമാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ രാജ്യസമാചാർ, ഓപ്ഷൻ ബി ബോംബെ സമാചാർ, ഓപ്ഷൻ സി സുലഭ് സമാചാർ, ഓപ്ഷൻ ഡി സംവാദ് കൗമുദി. എല്ലാം നമുക്ക് പരിചയമുള്ളതാണല്ലേ. നമ്മൾ സംവാദ് കൗമുദി എന്നൊക്കെ എഴുതി വെച്ച് കളയും. സംവാദ് കൗമുദി ആരുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് നിങ്ങൾക്ക് അറിയാം അല്ലേ? അപ്പോൾ ഇതിനകത്ത് ഓപ്ഷൻ സി ആണ്, സുലഭ് സമാചാർ ആണ് ബംഗാളിലെ ആദ്യകാല വർത്തമാന പത്രം എന്ന് പറയുന്നത്. സുലഭ് സമാചാർ ആണ്. 1870 അതായത് 19ാം നൂറ്റാണ്ടിൽ കൊൽക്കത്തയിൽ നിന്ന് പ്രസിദ്ധീകരിച്ച ഒരു ബംഗാളി പത്രമാണ് അല്ലെ. ബംഗാളിലെ ആദ്യകാല വർത്തമാന പത്രമാണ് ഏതടി? സുലഭ് സമാചാർ എന്ന് പറയുന്നത്. ഏതാണ്? സുലഭ് സമാചാർ. ഇതിന്റെ സ്ഥാപകൻ ആരാടെ? നിങ്ങൾക്കറിയാം, ബ്രഹ്മസമാജ നേതാവായ കേശവ് ചന്ദ്ര സെന്നിനെ കുറിച്ച്. അപ്പോൾ കേശവ് ചന്ദ്ര സെന്നാണ്, ബ്രഹ്മസമാജ നേതാവായ കേശവ് ചന്ദ്ര സെന്നാണ് സുലഭ് സമാചാർ എന്ന് പറയുന്ന പത്രം സ്ഥാപിച്ചത്. 1870 ഈ പത്രം ആരംഭിച്ചതെന്ന് പറഞ്ഞു. സാധാരണക്കാർക്ക് കുറഞ്ഞ ചെലവിൽ വാർത്തകളും അറിവും ലഭ്യമാക്കുക എന്നതായിരുന്നു ഈ സുലഭ് സമാചാറിന്റെ പ്രധാന ലക്ഷ്യം. അന്ന് വില 1 പൈസയായിരുന്നു. ബംഗാളി ഭാഷയിലാണ്, വീക്കിലി ആയിട്ടായിരുന്നു അന്ന് പ്രസിദ്ധീകരിച്ചിരുന്നത്. ആദ്യ എഡിറ്റർ, ഈ സുലഭ് സമാചാറിന്റെ ആദ്യ എഡിറ്റർ ഉമാനാഥ് ഗുപ്തയാണ്. ഉമാനാഥ് ഗുപ്തയായിരുന്നു ആദ്യ എഡിറ്റർ. കർഷകരുടെ ദുരിതങ്ങളും ഭരണവ്യവസ്ഥയിലെ പോരായ്മകളും ശാസ്ത്രം, സാമൂഹിക പരിഷ്കരണം, പൊതുവായ പ്രാദേശിക വാർത്തകൾ എന്നിവ പത്രം കൈകാര്യം ചെയ്തിരുന്നു. ഓക്കെ, അപ്പോൾ സുലഭ് സമാചാർ 1870 കേശവ് ചന്ദ്ര ആരുടെ നേതൃത്വത്തിലാണ്? കേശവ് ചന്ദ്ര സെന്നിന്റെ നേതൃത്വത്തിൽ പുറത്തിറങ്ങിയ പത്രമാണ് ബംഗാളി ഭാഷയിലുള്ള സുലഭ് സമാചാർ. ഓക്കെ അല്ലേ? അപ്പോൾ ഓപ്ഷൻ എയിൽ തന്നിരിക്കുന്ന രാജ്യസമാചാരോടെ, രാജ്യസമാചാരം നമുക്കറിയാം ആദ്യത്തെ മലയാള പത്രമാണ് അല്ലെ. രാജ്യസമാചാരം എന്ന് പറയുന്നത് ആദ്യത്തെ മലയാള പത്രമാണ് രാജ്യസമാചാരം. നമുക്കറിയാം 1847 തലശ്ശേരിയിലെ ഇരിക്കൂരിൽ നിന്നും ഡോക്ടർ ഹെർമൻ ഗുണ്ടർട്ടിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പത്രമാണ് രാജ്യസമാചാരം അല്ലെ. ബേസൽ ഇവാഞ്ചലിക്കൽ മിഷൻ ആയിരുന്നു ഈ രാജ്യസമാചാരത്തിന്റെ നടത്തിപ്പെന്ന് നിങ്ങൾക്കറിയാം. അതുപോലെ തന്നെ ഇതിന്റെ ലക്ഷ്യം പ്രധാനമായും ക്രിസ്തുമത പ്രചാരണമായിരുന്നു ഇതിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്ന രാജ്യസമാചാരത്തിന്റെ. അപ്പോൾ ഓപ്ഷൻ ബിയോ ബോംബെ സമാചാർ 1822 സ്ഥാപിതമായ മുംബൈ സമാചാർ, അതായത് ബോംബെ സമാചാർ ഏഷ്യയിൽ ഇപ്പോഴും പ്രസിദ്ധീകരണം തുടരുന്ന ഏറ്റവും പഴയ പത്രമാണ് ബോംബെ സമാചാർ. ഗുജറാത്തി ഭാഷയിലാണ് ഈ പത്രം അച്ചടിച്ചിട്ടുള്ളത് അല്ലെ. പുറത്തിറങ്ങുന്നത് ഗുജറാത്തി ഭാഷയിലാണ്. ഇത് റെഡ് ഹൗസ് കെട്ടിടത്തിൽ നിന്നാണ് പ്രവർത്തിക്കുന്നത്. ഇതിന്റെ സ്ഥാപകൻ, ഈ ബോംബെ സമാചാറിന്റെ സ്ഥാപകൻ ആരുടെ? നിങ്ങൾക്കറിയാം, പഴ്സി പണ്ഡിതനായ ഫർദുൻജി ചോദിച്ചിട്ടുണ്ട്, മർസ്ബാൻ ആണ്. ആരാണ്? ഫർദുൻജി മർസ്ബാൻ ആണ്. ഫർദുൻജി മർസ്ബാൻ ആണ് ബോംബെ സമാചാറിന്റെ സ്ഥാപകൻ. ഓക്കെ അല്ലേടെ? 1822 ജൂലൈ 1 ഒരു വാരികയായിട്ടാണ് ഈ ബോംബെ സമാചാർ, മുംബൈ സമാചാർ ആരംഭിച്ചത്. അതിനുശേഷമാണ് 1832 ഇതൊരു ദിനപത്രമായി മാറുന്നത്. ആ വസ്തുതയും അറിഞ്ഞിരിക്കണം. 1933 മുതൽ കാമ കുടുംബമാണ് ഈ പത്രം നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിലവിലെ ഡയറക്ടർ ഹോർമോസ് ജി എൻ കാമയാണ്. ആരാണ്? ഹോർമോസ് ജി എൻ കാമ. ഈ പത്രം തുടങ്ങിയത് ആരാണ്? അതറിഞ്ഞിരിക്കണം. പാഴ്സി പണ്ഡിതനായ ഫർദുൻജി മർസ്ബാൻ ആണ്. ഗുജറാത്തി ഭാഷയിലാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരകാലത്ത് മഹാത്മാഗാന്ധി, അതുപോലെ തന്നെ ജവഹർലാൽ നെഹ്റു തുടങ്ങിയ നേതാക്കൾ പത്രത്തിന്റെ ഓഫീസിലൊക്കെ സന്ദർശനമൊക്കെ നടത്തിയിരുന്നു. വിപ്ലവകരമായ വാർത്തകൾ നൽകിയതിന് അക്കാലത്ത് ഈ പത്രം വളരെ പ്രശസ്തമായിരുന്നു. ഈ 2022 കഴിഞ്ഞ 2022 ഈ പത്രത്തിന്റെ 200ാം വാർഷികമായാണ് ആചരിച്ചത്. ഓക്കെ,
അടുത്തത് നമുക്ക് സമ്പാദ് കൗമുദി, നമ്മൾ കേട്ടുള്ളതാണ്, ഫേമസ് ആണല്ലേ സമ്പാദ് കൗമുദി. എന്താണ് ഈ സമ്പാദ് കൗമുദി? 19-ാം നൂറ്റാണ്ടിന്റെ ആദ്യ പകുതിയില് കൊൽക്കത്തയിൽ നിന്ന് പ്രസിദ്ധീകരിച്ചിരുന്ന പ്രശസ്തമായ ഒരു ബംഗാളി വാരികയായിരുന്നു സമ്പാദ് കൗമുദി. നമുക്കറിയാം ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് ആരാടെ? ആ ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവായ രാജാറാം മോഹൻ റോയിയാണ് ഈ സമ്പാദ് കൗമുദി എന്ന പത്രം ആരംഭിച്ചത്. 1821 ഡിസംബർ 4 ഇത് ആദ്യമായിട്ട് ഈ സമ്പാദ് കൗമുദി പ്രസിദ്ധീകരിക്കുക. എന്നാടേ 1821 ഡിസംബർ 4 ഇത് ആരംഭിച്ചത്. ഇതിന്റെ ലക്ഷ്യം എന്തായിരുന്നു? ഈ രാജാറാം മോഹൻ റോയി ആരംഭിച്ച ഈ പത്രത്തിന്റെ ലക്ഷ്യം എന്തായിരുന്നത്? ഇന്ത്യയിലെ സാമൂഹിക തിന്മകൾക്കെതിരെ പോരാടാനും ജനങ്ങളിൽ ശാസ്ത്രീയ ബോധവും പരിഷ്കരണ ചിന്താഗതിയും വളർത്താനാണ് ഈ പത്രം ലക്ഷ്യമിട്ടത്. ഓക്കെ അല്ലേ? അതുപോലെ തന്നെ രാജാറാം മോഹൻ റോയ് സ്ഥാപിച്ചതാണെന്നറിയാം സമ്പാദ് കൗമുദി അല്ലേ. അതുപോലെ സതി നിരോധനത്തിനു വേണ്ടി പ്രവർത്തിച്ച നവോത്ഥാന നായകൻ കൂടിയാണ് രാജാറാം മോഹൻ റോയ്. ഇന്ത്യയിൽ സതി എന്ന ദുരാചാരം നിർത്തലാക്കുന്നതിനായി ശക്തമായ പ്രചരണം നടത്തിയത് ഈ സമ്പാദ് കൗമുദിയിലൂടെയായിരുന്നു. അതും കൂടി അറിഞ്ഞിരിക്കണം. 1836 ഈ സമ്പാദ് കൗമുദിയുടെ പ്രസിദ്ധീകരണം പൂർണ്ണമായും നിലച്ചിരുന്നു. ബംഗാളി ഭാഷയില് സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിലുള്ള ലളിതമായ ശൈലിയിലാണ് രാജാറാം മോഹൻ റോയ് പുറത്തിറക്കിയ ഈ സമ്പാദ് കൗമുദി പ്രവർത്തിച്ചിരുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്കറിയാം രാജാറാം മോഹൻ റോയിയുടെ ബ്രഹ്മസമാജം, അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ മറ്റൊരു പത്രമുണ്ട്, ഏതാ? മിറാത്തുൽ അക്ബർ. അതിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോയാലോ? ശ്രീനാരായണ ഗുരുവുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏതെന്നാണ്? നോക്കിയേ, ഓപ്ഷൻ എ വാദിക്കാനും ജയിക്കാനുമല്ല അറിയാനും അറിയിക്കുവാനുമാണ് എന്ന പ്രഖ്യാപനം, അത് ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ടതാണെന്ന് നിങ്ങൾക്കറിയാം. അതേപോലെ തന്നെ വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക, സംഘടന കൊണ്ട് ശക്തരാകുക, അതും ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ടതാണ്. ഓപ്ഷൻ ഡി മനുഷ്യ സ്നേഹത്തിലും സർവമത സാഹോദര്യത്തിലും അധിഷ്ഠിതമായ പ്രവർത്തനങ്ങൾ, ഇതെല്ലാം ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ടതാണ്. ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് പ്രത്യേക ഒരു ക്ലാസ് ചെയ്തിട്ടുണ്ട്, പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ അത് നിങ്ങൾ കണ്ടു നോക്കുക. അപ്പോൾ ഇവിടെ ഓപ്ഷൻ സി ആണ് ബന്ധമില്ലാത്തത്. എന്താണ്? സ്ത്രീകൾക്ക് മേൽമുണ്ടും ജാക്കറ്റും ധരിക്കുവാനുള്ള അവകാശം നേടിക്കൊടുത്തത് ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ടതാണോ? അല്ല. ആരുമായി ബന്ധപ്പെട്ടതാടെ പിന്നെ ഇത്? നമുക്കറിയാം മേൽമുണ്ട് സമരം അഥവാ ചാന്നാർ ലഹള എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. 19-ാം നൂറ്റാണ്ടിൽ തെക്കൻ തിരുവിതാംകൂറിൽ വസ്ത്രം ധരിക്കുന്നതിനുള്ള അവകാശത്തിനായി നടന്ന ഐതിഹാസികമായ പോരാട്ടമാണ് മേൽമുണ്ട് സമരം അഥവാ ചാന്നാർ ലഹള എന്ന് നമ്മൾ ഒരുപാട് തവണ പഠിച്ചിട്ടുണ്ടല്ലേ. താഴ്ന്ന ജാതിയിലുള്ള സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അവകാശത്തിനായി നടന്ന സമരമാണ് മേൽമുണ്ട് സമരം അഥവാ ചാന്നാർ ലഹള എന്ന് പറയുന്നത് അല്ലേ. ചാന്നാർ വിഭാഗത്തിൽ അല്ലെങ്കിൽ നാടാർ വിഭാഗത്തിലെ സ്ത്രീകൾ നടത്തിയ പ്രക്ഷോഭമാണ് ഈ ചാന്നാർ ലഹള അഥവാ മേൽമുണ്ട് സമരം. അതുപോലെ തന്നെ 1813 മുതൽ 1859 വരെയാണ് ഈ സമരത്തിന്റെ കാലഘട്ടം. അതും കൂടി ഒന്ന് അറിഞ്ഞിരിക്കണം. നിങ്ങൾക്കറിയാമായിരിക്കും മാറുമറയ്ക്കാനുള്ള അധികാരത്തിന് വേണ്ടിയിട്ടുള്ള മേൽമുണ്ട് സമരം അഥവാ ചാന്നാർ ലഹള എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ചാന്നാർ ലഹളയ്ക്ക് മറ്റു പല പേരുകളുണ്ടല്ലേ. മാറുമറയ്ക്കൽ സമരം, ശീലവഴക്ക്, മുലമാറാപ്പ് വഴക്ക്, മേൽശീല കലാപം എന്നിങ്ങനെയൊക്കെ ഈ നാടാർ ലഹള എന്നിങ്ങനെയൊക്കെ അറിയപ്പെടാറുണ്ട്. നമുക്കറിയാം അതെന്താണെന്ന് നമ്മൾ പലപ്പോഴായിട്ട് പഠിച്ചിട്ടുള്ളതാണ് അല്ലേ. പഠിച്ചിട്ടില്ലേ? നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അച്ചിപ്പുടവ സമരം 1858 അല്ലേ. ആറാട്ടുപുഴ വേലായുധപ്പണിക്കറുമായി ബന്ധപ്പെട്ടതാണ് അല്ലെ. മുട്ടിന് താഴെ വരെ വസ്ത്രം ധരിക്കാൻ പിന്നോക്ക സമുദായത്തിലെ സ്ത്രീകൾക്ക് അവകാശമില്ലാതിരുന്ന കാലത്ത് അതിനെതിരെ കായംകുളത്ത് നടത്തിയ സമരമാണ് ആറാട്ടുപുഴ വേലായുധപ്പണിക്കർ നടത്തിയ സമരമാണ് അച്ചിപ്പുടവ സമരം. അതുപോലെ തന്നെ ഏത്താപ്പ് സമരം 1859 അവർണ സ്ത്രീകൾക്ക് മേൽമുണ്ട് ധരിക്കാനുള്ള അവകാശത്തിനായിട്ട് അദ്ദേഹം പോരാടിയതാണ്. ആര് പോരാടിയത്? ആറാട്ടുപുഴ വേലായുധപ്പണിക്കർ. ഏത്താപ്പ് സമരം 1859. അതുപോലെ തന്നെ മൂക്കുത്തി വിളംബരം ആറാട്ടുപുഴ വേലായുധപ്പണിക്കരുമായി ബന്ധപ്പെട്ടതാണ്. ഇത് ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഓക്കെ അല്ലേ? അപ്പോൾ മേൽമുണ്ട് സമരത്തിന് പിന്തുണ നൽകി മുന്നിൽ നിന്ന
നവോത്ഥാന നായകൻ ചോദിച്ചു കഴിഞ്ഞാൽ ആരാടെ? ആറാട്ടുപുഴ വേലായുധ പണിക്കരാണ്. അതായത് മേൽമുണ്ട് സമരം അഥവാ ചാന്നാർ ലഹള നയിച്ചത് നാടാർ സമൂഹത്തിലെ സ്ത്രീകളായിരുന്നു എന്ന് നിങ്ങൾക്കറിയാം. പ്രധാനമായും അധസ്ഥിത വിഭാഗത്തിലെ നാടാർ സ്ത്രീകളുടെ വസ്ത്രധാരണ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ളതായിരുന്നു എന്ന് നമുക്കറിയാം. മേൽമുണ്ട് സമരം, ആറാട്ടുപുഴ വേലായുധ പണിക്കരെ പോലുള്ള സാമൂഹിക പരിഷ്കർത്താക്കൾ ഈ സമരത്തിന് പിന്തുണ നൽകിയിട്ടുണ്ട്. അതും കൂടി അറിഞ്ഞിരിക്കണം. ഓക്കെ അല്ലേ? ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. PRDS കേട്ടിട്ടുണ്ട്. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവായിരുന്നു കുമാരഗുരുദേവൻ. നമുക്കറിയാം കുമാരഗുരുദേവനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്, പ്രത്യേക ക്ലാസ്സും എടുത്തിട്ടുണ്ട്. അപ്പോൾ പ്രത്യക്ഷ രക്ഷാ ദൈവസഭ, ആ പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുമായിട്ട് ബന്ധപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവ് ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കുമാരഗുരുദേവനാണ് അല്ലെ? കുമാരഗുരുദേവനാണ്. കേരളത്തിലെ ദളിത് വിമോചന ചരിത്രത്തിലെ ഐതിഹാസിക വ്യക്തിത്വമാണ് ആര്? കുമാരഗുരുദേവൻ. 1879 ഫെബ്രുവരി 17 പത്തനംതിട്ട ജില്ലയിലെ ഇരവിപേരൂരാണ് കുമാരഗുരുദേവൻ എന്ന പൊയ്കയിൽ അപ്പച്ചൻ അല്ലെങ്കിൽ പൊയ്കയിൽ യോഹന്നാൻ ജനിക്കുന്നത്. അപ്പോൾ കുമാരഗുരുദേവന്റെ മറ്റു പേരുകൾ പൊയ്കയിൽ അപ്പച്ചൻ അഥവാ പൊയ്കയിൽ യോഹന്നാൻ. 1879 ഫെബ്രുവരി 17 പത്തനംതിട്ട ജില്ലയിലെ ഇരവിപേരൂരിലാണ് അദ്ദേഹം ജനിക്കുന്നത്. PRDS സ്ഥാപിച്ച നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ 1921 അതുപോലെ തന്നെ 1931 ഈ കുമാരഗുരുദേവൻ അല്ലെങ്കിൽ പൊയ്കയിൽ അപ്പച്ചൻ തിരുവിതാംകൂർ ശ്രീമൂലം പ്രജാസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നുണ്ട്. ഏതൊക്കെ വർഷത്തോടെ? 1921 1931. അതുപോലെ തന്നെ ഈ PRDS സ്ഥാപിച്ച വർഷം കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ 1909 ചോദിച്ചിട്ടുണ്ട്. ദളിതർക്കിടയിലെ സ്റ്റേറ്റ്മെന്റിലൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ട്. ദളിതർക്കിടയിലെ ജാതി വിവേചനത്തിനും അടിമത്വത്തിനുമെതിരെ പോരാടാനായി 1909 പ്രത്യക്ഷ രക്ഷാ ദൈവസഭ കുമാരഗുരുദേവൻ സ്ഥാപിച്ചു. അപ്പോൾ കുമാരഗുരുദേവൻ എന്തിനു വേണ്ടിയിട്ടാണ് പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിച്ചത്? ദളിതർക്കിടയിലെ ജാതി വിവേചനത്തിനും അടിമത്തത്തിനുമെതിരെ പോരാടാൻ വേണ്ടിയിട്ട്. ഈ അദ്ദേഹമാണ് അടിമ സന്തതികൾക്ക് പാപമില്ല എന്ന വിപ്ലവാത്മകമായ ദർശനം മുന്നോട്ട് വെച്ചത്. PRDSനോടൊപ്പം തന്നെ കുമാരഗുരുദേവൻ അടിമ സന്തതികൾക്ക് പാപമില്ല എന്ന വിപ്ലവാത്മകമായ ദർശനം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കാണുന്നില്ല ഒരക്ഷരവും എൻ്റെ വംശത്തെ പറ്റി. ഓർത്തിരിക്കണം, ഒരുപക്ഷെ ഇനിയുള്ള എക്സാമിനൊക്കെ ചോദിക്കാം. അദ്ദേഹം രചിച്ചിട്ടുള്ള ഒരു വിപ്ലവ ഗാനമാണ്. ആര്? PRDSന്റെ സ്ഥാപകനായ പൊയ്കയിൽ അപ്പച്ചൻ അഥവാ പൊയ്കയിൽ യോഹന്നാൻ എന്ന കുമാരഗുരുദേവൻ രചിച്ചിട്ടുള്ള ഒരു വിപ്ലവ ഗാനമാണ് കാണുന്നില്ല ഒരക്ഷരവും എൻ്റെ വംശത്തെ പറ്റി. ഓർത്തിരിക്കണം. കേരള നെപ്പോളിയൻ, പുലയൻ മത്തായി, കേരള നെപ്പോളിയൻ, പുലയൻ മത്തായി എന്നിങ്ങനെയൊക്കെ അറിയപ്പെട്ടിരുന്ന ആരാടി? കുമാരഗുരുദേവൻ ആണ്. അതും കൂടി സന്ദർഭവശാൽ അറിഞ്ഞിരിക്കണം. നമുക്ക് ഓപ്ഷൻ ബിയിൽ പണ്ഡിറ്റ് കറുപ്പനെ കുറിച്ച് തന്നെ, പണ്ഡിറ്റ് KP കറുപ്പൻ പ്രത്യേക ക്ലാസ് നിങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. കേരളത്തിലെ പ്രമുഖനായ സാമൂഹിക പരിഷ്കർത്താവും കവിയും നാടകകൃത്തും ഒക്കെ ആയിരുന്നിടെ ആര്? പണ്ഡിറ്റ് KP കറുപ്പൻ. നിങ്ങൾക്കറിയാം 1885 മെയ് 24 എറണാകുളത്തെ ചേരാനെല്ലൂരിലാണ് പണ്ഡിറ്റ് KP കറുപ്പൻ ജനിച്ചതെന്നുള്ളത്. അരയ സമുദായത്തിൽ അല്ലെങ്കിൽ ധീവര സമുദായത്തിലാണ് ജനനം എന്ന് നിങ്ങൾക്കറിയാം. കൊച്ചി നിയമസഭാ അംഗമായിട്ട് 1925 അദ്ദേഹത്തെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. ആരെയാണ്? പണ്ഡിറ്റ് KP കറുപ്പനെ. എക്സാമിന് ചോദിച്ചിട്ട് അധസ്ഥിതരുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ് പണ്ഡിറ്റ് KP കറുപ്പൻ. അസിസ്റ്റന്റ് പ്രൊട്ടക്ടർ ഓഫ് ഡിപ്രസ്ഡ് ക്ലാസസ്. അദ്ദേഹത്തിന്റെ പ്രധാന കൃതികളൊക്കെ സ്ഥിരം ചോദിക്കാറുണ്ട്. നിങ്ങൾക്കറിയാം ജാതി കുമ്മി, ജാതി വ്യവസ്ഥയെ രൂക്ഷമായി വിമർശിക്കുന്ന അദ്ദേഹത്തിന്റെ പണ്ഡിറ്റ് KP കറുപ്പന്റെ പ്രധാന കവിതയാണ്, പ്രശസ്തമായ കവിതയാണ് ഏത്? ജാതി കുമ്മി. അതുപോലെ തന്നെ ബാലാകലേശം. കൊച്ചിയിലെ ഭരണപരിഷ്കാരങ്ങളെ ആസ്പദമാക്കി പണ്ഡിറ്റ് KP കറുപ്പൻ രചിച്ച നാടകം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാലാകലേശമാണ്. കൊച്ചിയിലെ ഭരണപരിഷ്കാരങ്ങളെ ആസ്പദമാക്കി രചിച്ച നാടകമാണ് ബാലാകലേശം. ആചാരഭൂഷണം, അന്ധവിശ്വാസങ്ങൾക്കെതിരെ ബോധവൽക്കരണം നൽകാൻ പണ്ഡിറ്റ് KP കറുപ്പൻ രചിച്ച പുസ്തകമാണ് ഏത്? ആചാരഭൂഷണം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ കൊച്ചിയിൽ നടന്ന ഒരു വിരുന്നില് പുലയ സമുദായത്തിൽപ്പെട്ടവർക്ക് പ്രവേശനം നിഷേധിച്ചതിനെതിരെ നടത്തിയ പ്രതിഷേധമാണ് ഉദ്യാന വിരുന്ന് എന്നുള്ളത്. ഓർത്തിരിക്കണം. അതും ആരുടേതാണ്? പണ്ഡിറ്റ് കറുപ്പൻ്റെതാണ്. നിങ്ങൾക്കറിയാം
അരയ സമുദായത്തിന്റെ ഉന്നമനത്തിനായി പണ്ഡിറ്റ് കറുപ്പൻ 1907 അരയ സമാജം സ്ഥാപിച്ചു. അതുപോലെ തന്നെ കൊടുങ്ങല്ലൂരിൽ 1912 കല്യാണിദായിനി സഭ സ്ഥാപിച്ചതും പണ്ഡിറ്റ് KP കറുപ്പനാണ്. അതുപോലെ തന്നെ വൈക്കത്ത് ബാലസേവാ സമിതി വൈക്കത്ത് സ്ഥാപിച്ചതും പണ്ഡിറ്റ് കറുപ്പനാണ്. ഈ വസ്തുതകളും അറിഞ്ഞിരിക്കണം. വാഗ്ഭടാനന്ദനെ കുറിച്ചും ചട്ടമ്പി സ്വാമികളെ കുറിച്ചുമൊക്കെ ഓൾറെഡി നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഈ ഇത്രയും ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ ബൈ, ടേക്ക് കെയർ.